ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെന്നാൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കേരളത്തിലൊക്കെ ശക്തമായിട്ടുള്ള മഴയാണല്ലോ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് മഴ പെയ്യുന്നത് കാരണം തോടുകളിലും പുഴയിലും പാടത്തും കുളത്തിലും ഒക്കെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലും ഈ മുതിർന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ കുട്ടികളെയും കൊണ്ട് തോട് കാണിച്ചു തരാം, പുഴയിൽ വെള്ളം കയറിയത് കാണിച്ചു തരാം ഒക്കെ പറഞ്ഞിട്ട് ഈ ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ എൻ്റെ നാട്ടിലും എൻ്റെ നാട്ടിലും ഇപ്പോൾ നല്ല മഴ തന്നെയാണ്. ഈ മഴ പെയ്തിട്ട് തോട്ടിലും പാടത്തൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 സ്ത്രീകൾ 10 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ തോട്ടിൽ വെള്ളം കയറിയതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ഒരു ചെറിയ കുട്ടി ഒന്ന് സ്ലിപ്പായി. പക്ഷേ ആ കുട്ടി സ്ലിപ്പായാണ്ട് കരയിൽ തന്നെയാണ് കേട്ടോ വീണത്. പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് സ്ലിപ്പാവുകയാണെങ്കിൽ കുട്ടി തോട്ടിലോട്ട് മറിഞ്ഞു വീഴും. അപ്പോൾ ഈ കാണിച്ചു കൊടുക്കാൻ വന്ന സ്ത്രീകളെ കൊണ്ടൊന്നും പെട്ടെന്നൊന്നും തോട്ടിലോട്ട് എടുത്ത് ചാടിയായിട്ട് കുട്ടീനെ രക്ഷിക്കാനൊന്നും ചിലപ്പം പറ്റിക്കൊള്ളുന്നില്ല. കാരണം ഇപ്പോൾ തോട്ടിലൊക്കെ നല്ല ഒലിവുണ്ടാവും വെള്ളത്തിന്. കാരണം വെള്ളം തോടിൻ്റെ മേലേക്ക് മറിഞ്ഞ് പാടത്തോട്ട് വരെ കയറി നിൽക്കുന്ന സമയമാണ്. അത്രയും ശക്തമായ മഴയാണ്. അപ്പോൾ മാക്സിമം ഈ മുതിർന്ന ആളുകൾ ഈ ഇത്രയും മഴ പെയ്യുന്ന നേരത്തെ ഈ ചെറിയ കുട്ടികളെ ഒന്ന് കൊണ്ട് തോട്ടിൽ വെള്ളം കയറിയതും പുഴയിൽ വെള്ളം കയറിയതൊന്നും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒപ്പം കൊണ്ടുപോകാതിരിക്കുക കേട്ടോ. കാരണം ഈ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കാലാകാലത്തേക്ക് മനസ്സിൽ വല്ലാത്തൊരു നോവായിട്ട് മാറും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് കണ്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ വീണ്ടും വീണ്ടും ഇത് ആളുകൾ ആവർത്തിച്ചപ്പോൾ ഒരു വീഡിയോയിലൂടെ നിങ്ങളോടും കൂടെ ഒന്ന് പറയാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ശരി കേട്ടോ.